യെശയ്യാവ് 57 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിനു മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താതാൻ്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. ശുദ്രക്കാരിയുടെ മക്കളെ, വ്യഭിചാരിയുടെയും വേശ്യയുടെയും സന്തതിയെ, ഇങ്ങോട്ട് അടുത്തു വരുവീൻ. നിങ്ങൾ ആരാകുന്നു കളിയാക്കുന്നത്? അവരുടെ നേരെയാകുന്നു നിങ്ങൾ വായ് പിളർന്ന് നാക്ക് നീട്ടുന്നത്. നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയും അല്ലയോ? നിങ്ങൾ കരുവേല കരിഞ്ഞതും ഓരോ പച്ചമരത്തിൻ്റെ കീഴിൽ ജ്വലിച്ച് പാറപ്പിളപ്പുകളിലേക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറക്കുന്നു. തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അത് തന്നെ നിന്റെ ഓഹരി. അതിനല്ലോ നീ പാനീയബലി പകർന്ന് ഭോജനബലി അർപ്പിച്ചിരിക്കുന്നത്. ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിക്കാതിരിക്കുമോ? പൊക്കവും ഉയരവുമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറി ചെന്നു. കതകിനും കട്ടളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു. നീ എന്നെ വിട്ട് ചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതിയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി അവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ശയനം കൊതിച്ച് ആംഗ്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ തൈലവും കൊണ്ട് മൊലാക്കിൻ്റെ അടുത്ത് ചെന്നു. നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്തു. നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ച് പാതാളത്തോളം ഇറങ്ങിച്ചെന്നു. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയതില്ല. കപടം കാണിപ്പാനും എന്നെ ഓർക്കുകയോ കൂട്ടാക്കുകയോ ചെയ്യാതിരിപ്പാനും നീ ആരെ ആകുന്നു ശങ്കിച്ച് ഭയപ്പെടുന്നത്? ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത്?